ഈദ് ആഘോഷത്തിൻ്റെ നല്ലൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു വീഡിയോ ആണ്. നല്ല ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയി ലാലേട്ടൻ വന്ന് എല്ലാവരും വിഷ് ചെയ്യുകയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, നോറയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് വിഷ് ചെയ്യുന്നുണ്ട്. നോറ ഭയങ്കര സന്തോഷവതിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അൻസിബയുടെ വീട്ടിൽ നിന്ന് പാരൻസും അവരൊക്കെ വിഷ് ചെയ്യുന്നു. പക്ഷേ ജാസ്മിൻ്റെ പാരൻസിനെ കാണിക്കുമ്പോൾ ജാസ്മിൻ്റെ ഉമ്മേനും ഉപ്പേനെയും കാണിക്കുന്നത്. അപ്പോൾ അവരെയും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണോ എന്നാൽ പേടിയാണോ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. വളരെ അപ്സെറ്റായിട്ടിരിക്കുന്ന ഒരു ജാസ്മിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജാസ്മിൻ്റെ മുഖം കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ജാസ്മിൻ അവർ വിളിച്ചതിൽ അത്രയ്ക്കും അങ്ങോട്ട് സന്തോഷവതിയല്ലാന്ന്. കാരണം അത്താടെ മുഖവും ഉമ്മയുടെ മുഖമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനായിട്ട്, അല്ലെങ്കിൽ അത്ര വലിയൊരു സന്തോഷമൊന്നും ഇല്ലാത്ത പോലെയാണ് നമ്മൾ ഇന്നത്തെ ഈ മെസ്സേജ് കൊടുക്കുന്ന വീഡിയോയിൽ കാണുന്നത്. ജാസ്മിന് അവരുടെ മനസ്സ് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ കഴിയും. ഉറപ്പായിട്ടും അവരുടെ മനസ്സിലുള്ള കാര്യം ജാസ്മിൻ ഡെഫിനറ്റ്ലി മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തയൊന്നും അത്ര ഹാപ്പി അല്ലെന്ന് അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ. അവർ വിഷൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിൽ നിന്ന് വിഷ് ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വിഷ് വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേറൊരു ടോക്കാവും. സോ അതിൻ്റെ പേരിൽ തന്നെ ബിഗ് ബോസ് അങ്ങനെ ഒരു വീഡിയോ നമ്മളെ കാണിക്കുന്നതാണ്. പക്ഷേ അവരുടെ മുഖത്തൊന്നും ആ സന്തോഷം പ്രൊമോ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ എപ്പിസോഡ് വരുമ്പോൾ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് നമുക്ക് എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണാം. ഓൾറെഡി ജാസ്മിൻ വളരെ അപ്സെറ്റാണ്. അതിൻ്റെ കൂടെ എനിക്കറിയത്തില്ല കേട്ടോ, ഇനിയിപ്പോൾ ഇത്രയും നാൾ അവരിൽ നിന്ന് മാറിയിരുന്നിട്ട് അവരെ കാണുമ്പോൾ ഉള്ളൊരു സങ്കടമാണോ വിഷമമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആയതെന്നറിയില്ല. കാരണം അത് കഴിഞ്ഞൊരു ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡാൻസ് കളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പക്ഷേ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ജാസ്മിന് അറിയാം. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായികൃഷ്ണ പോയി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും പിന്നെ മറ്റ് കണ്ടസ്റ്റൻസ് വന്നപ്പോൾ ഇപ്പോൾ നന്ദനയൊക്കെ ആണെങ്കിലും അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജാസ്മിൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ജാസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ലവ് ലെറ്റർ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അതിപ്പോഴും കുറേ ആളുകൾ വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതുപോലെ ആളുകൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ജാസ്മിന് സൈഡായി അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് വീണ്ടും ഹിൻറ്റുകൾ കൊടുക്കുകയാണോ, അങ്ങനെ പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. സോ അതിലൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഈ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ജാസ്മിൻ എത്രമാത്രം ഇന്നത്തെ ലൈവ് എപ്പിസോഡൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാഡായിട്ടാണ് ഇരിക്കുന്നത്. ജാസ്മിൻ അവിടെ ഉണ്ടോയെന്ന് പോലും ഒരു ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഒരു സംസാരം പോലും ശരിക്കും ഇന്ന് ഒരു ലൈവ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടില്ല. സോ ഉറപ്പാണ് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. എന്തായാലും ഈദാഘോഷം അടിപൊളിയാണെന്ന്, എല്ലാവരുടെ സന്തോഷവും ആ ഡ്രസ്സിങ്ങും അവരുടെ ഡാൻസും പാട്ടും എല്ലാം സൂപ്പറാണ്. സോ കട്ട വെയിറ്റിംഗ് ആണ് ഈദിൻ്റെ ആഘോഷത്തിൻ്റെ വീഡിയോ വരുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട്. വീഡിയോ കാണുന്നവർ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.